ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആഡിയോ എക്സിൻ്റെ 3-ഇഞ്ച് പാസീവ് സ്പീക്കർ ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ വരുന്നത് AXSP3351B എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. 50 വാട്ടിൻ്റെ 2 ആണ്, അതായത് ഒരു ബോക്സിന് 15 വാട്ട് കിട്ടും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പെട്ടി തുറന്ന് അല്ലെങ്കിൽ ബോക്സ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് സ്പീക്കർ അതിൻ്റെ ഉൾവശത്തിരിക്കുന്നത്. 2 പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ബബിൾസ് ഉള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കവറൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നല്ലൊരു വുഡ് ടെക്സ്ചർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഇതിനകത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷാണ്. കൂടെ തന്നെ 3-ഇഞ്ച് 2 ഊഫേഴ്സാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ മുകളിൽ കാണുന്ന 2 ട്യൂട്ടേഴ്സ് ഡമ്മിയാണ് എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് അവർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു കവറിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് അവർ പറഞ്ഞേക്കുന്ന ഡൈനാമിക് 30 വാട്ട് ഔട്ട്പുട്ട്, അത് 2 ബോക്സിൻ്റെ ഔട്ട്പുട്ടാണ് അവർ പറയുന്നത് 30 വാട്ട് എന്നുള്ളത്. മാക്സിമം ആണ് 30 വാട്ട്. 3-ഇഞ്ച് ഊഫറാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ അവർ വച്ചിരിക്കുന്ന ആ 2 ട്യൂട്ടേഴ്സ് ഡമ്മിയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നല്ലൊരു ഗ്രില്ല് ഇവിടെ വരുന്നുണ്ട്. സ്പീക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഗ്രില്ല് നല്ല ഭംഗിയിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫ്രണ്ടിലൊരു ചെറിയൊരു കോയിൻ പോലുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡമ്മിയാണ്, വേറെ ഒന്നും നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡമ്മി ട്യൂട്ടർ, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു വുഡൻ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഒരു ഡിസൈനാണ്. അതായത് നമുക്ക് കണ്ടിന്യൂൽ ഒരു വുഡ് പോലെയുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു വുഡിൻ്റെ ഗ്രെയിൻസൊക്കെ ഇവിടെ അവർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 വാട്ടാണ്, അതായത് ഒരു സ്പീക്കറിന് 15 വാട്ടാണ് വരുന്നത്. ബാക്ക് സൈഡിൽ ഒരു സ്പീക്കർ ടെർമിനൽ അവർ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് റെഡ് ബ്ലാക്ക് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വയർ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് അവിടെ ഉള്ളത്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പ്രസ് ചെയ്തതിന് ശേഷം വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ മാത്രം മതി. വേറെ നല്ല ഒരു സംഭവമായിട്ട് തോന്നി. കാര്യം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 980 രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസാണ് ഇതിന് വരുന്നത്. കൂടാതെ തന്നെ ബോട്ടം സൈഡിൽ 4 റബ്ബർ ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ടൈമിൽ ഇപ്പം നമ്മൾ താഴെയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ടൈമിൽ അത് അനങ്ങാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോൾഡൻ കളറിലുള്ള കോൺ വരുന്ന ഡ്രൈവറാണ്, 3-ഇഞ്ച് ഡ്രൈവറാണ് വരുന്നത്. കൂടാതെ തന്നെ എൻ്റെ ഒരു സറൗണ്ടിങ് ക്ലോത്ത് സറൗണ്ടിങ് ആണ് വരുന്നത്. ഓഫറാണെങ്കിൽ പോലും ക്ലോത്ത് സറൗണ്ടിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ കേട്ട് നോക്കിയതാണ്. വർക്കിംഗ് ഈ കാണുന്ന പോലെയൊന്നും അല്ല, സൂപ്പർ വർക്കിംഗ് ആണ്, നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബോക്സ് കയ്യിലെടുക്കുന്ന സമയത്ത് വളരെ വെയിറ്റ് കുറവാണ്. 3-ഇഞ്ച് ഡ്രൈവേഴ്സാണ്, വളരെ വെയ്റ്റ്ലെസ് ആണ് ബോക്സ്. പക്ഷേ ആ വെയ്റ്റ്ലെസ് ആണെങ്കിലും പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ക്ലാരിറ്റി നമുക്കിവിടെ ഫീൽ ആവുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്ന മാക്സിമം RMS എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വാട്ടാണ്. അതായത് നമുക്ക് TDA 20, 30, TDA 20, 50 പോലുള്ള ICക്ക് പക്ക മാച്ചിങ് ആണ് ഈ സാധനം. ചെറിയ ഈ വാട്ട്സ് കുറഞ്ഞ ഇപ്പോൾ ക്ലാസ് D ഇറങ്ങുന്നുണ്ട്, നമുക്ക് 10 വാട്ട് 15 വാട്ടിൻ്റെ ക്ലാസ് D ബോർഡുകൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെയുള്ള ബോർഡുകൾക്ക് ക്ലാസ് D ബോർഡുകൾക്ക് പറ്റിയ ഡ്രൈവേഴ്സാണ് ഈ കാണുന്ന 2 ഡ്രൈവേഴ്സ്. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴും എനിക്ക് നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന 10 വാട്ടിനോ 15 വാട്ടിനോ അകത്ത് അതിന് മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അങ്ങറ്റം 20 വാട്ട് വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതിന് മുകളിലോട്ട് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സ്പീക്കർ പതർന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാര്യം അത് വാട്ട് കൂടുതലാണ്, സ്പീക്കറിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ 20 വാട്ടിനോ അല്ലെങ്കിൽ അതിന് താഴോട്ടോ വാട്ട് കിട്ടുന്ന ആംപ്ലിഫയറിന് വേണ്ടി മാത്രമാണ് ഈ ബോക്സ് സെലക്ട് ചെയ്യാവുന്നത്. ഈ 2 സ്പീക്കേഴ്സ് എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലോ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 11 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട ടൈം. ആ ഒരു ടൈമിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ, അതായത് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്.
ഓഡിയോ എക്സ് ഒരു ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ബഡ്ജറ്റ് ലെവലിൽ ഉള്ള പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ്. വളരെ വെയ്റ്റ്ലെസ്സും കൂടെ തന്നെ 3 ഇഞ്ച് ഡ്രൈവേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 ഇഞ്ച് ഡ്രൈവേഴ്സ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനിത് ഇളക്കി നോക്കി, ഈ ഒരു പ്രോഡക്റ്റ് ഇളക്കി നോക്കിയിട്ടാണ് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് സ്പീക്കേഴ്സൊക്കെ മാക്ക് ചെയ്തിട്ടുള്ളതും ബോക്സിൻ്റെ മാക്കിങ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ക്വാളിറ്റി നമുക്ക് ഓഡിയോ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 4 ohms ആണ് ഇതിൻ്റെ ഇമ്പിഡൻസ് വരുന്നത്. ഞാൻ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് 4 ohms ആണ് കാണിക്കുന്നത്. കാര്യം അവരുടെ കവറിൽ അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഇത് എത്ര ഓംസിൻ്റെ സ്പീക്കേഴ്സ് ആണെന്നുള്ളത്. എത്ര വാട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് പറയുന്നു എന്നുണ്ടെങ്കിലും എത്ര ഓംസ് ആണെന്ന് പറയുന്നില്ല. ഞാനത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 4 ohms ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ വിശേഷങ്ങൾ ഇത്രയും തന്നെയാണ്. 15 വാട്ടാണ് ഒരു സ്പീക്കർ വരുന്നത്. ഡമ്മി ട്യൂട്ടറാണ്. 3 ഇഞ്ച് ഡ്രൈവർ ഊഫറാണ് വരുന്നത്. കൂടെ തന്നെ അതിൻ്റെ ഊഫറിൻ്റെ കളറ് ഗോൾഡൻ കളറാണ്. ഈ ഒരു ഫിനിഷ് വന്നിട്ട് നമുക്ക് ഒരു വുഡൻ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടി ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ, അതായത് കമ്പനിയുടെ ഈ ഒരു SM ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.